നിറഞ്ഞു തുളുമ്പുന്ന മനുഷ്യ സ്നേഹിയ. അത്രയ്ക്കൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ആ തോന്നില്ല. 10 സെന്റ് ഭൂമി തികച്ചില്ലാത്ത ഒരു ഹെഡ് കോൺസ്റ്റബിളിന്റെ മകന് ഈ വീടും വസ്തുവകകളും ഒക്കെ സ്ത്രീധനം കിട്ടിയതിന്റെ നന്ദി മനസ്സിൽ തോന്നില്ല. തോന്നരുത്. എന്നാലല്ലേ IPS കാരനെ വിലക്കെടുത്ത എന്റെ അച്ഛന് പറ്റിയ തെറ്റ് മനസ്സിലാവത്തുള്ളൂ. ഒന്ന് നിന്നേ. ഗൗരി, നിന്റെ ഒരു സ്ഥിരം പല്ലവിയായിട്ടുണ്ട്. ഞാൻ നിന്റെ അച്ഛനോട് ഒരു നയാ പൈസ പോലും സ്ത്രീധനം ചോദിച്ചിട്ടില്ല. വിശിഷ്ട സേവനത്തിന് സർക്കാരിൽ നിന്നും അവാർഡ് വാങ്ങിയ ഒരു സത്യസന്ധനായ പോലീസുകാരന്റെ മകനാ ഞാൻ. എന്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യരുത്. അഭിമാനത്തിന്റെ കാര്യമൊന്നും പറയണ്ട. ഇത്ര വലിയ അഭിമാനിയാണെങ്കിൽ എന്റെ അച്ഛൻ പേരിൽ എഴുതി തന്ന 5 ഏക്കർ തെങ്ങും തോപ്പ് കിട്ടിയ വിലക്ക് വിറ്റതെന്തിനാ? അന്തസ്സായിട്ട് പെങ്ങളെ കെട്ടിച്ചു വിടണം അല്ലെ? 501 പവനും കാറും കൊടുത്ത് പത്രാസ് കാണിക്കാൻ എന്റെ അച്ഛൻ തന്ന സ്ഥലം വിറ്റ് കാശ് വേണം അല്ലെ? എന്നിട്ട് എന്റെ അച്ഛൻ കരുണയില്ലാത്തവൻ, ദുഷ്ടൻ അല്ലെ? നിന്നോട് സംസാരിച്ചാൽ ശരിയാവില്ല. എന്റെ പെങ്ങളെ കെട്ടിക്കാൻ എനിക്കറിയാം. കെട്ടിച്ചോ? 500 അല്ല 1000 പവൻ കൊടുത്തും കെട്ടിച്ചോ. കാശ് എത്ര വേണമെങ്കിലും ഞാൻ തരാം. പക്ഷേ അഹങ്കാരം കാണിക്കരുത്. ഹരി കാണിച്ചാൽ ഞാൻ സഹിച്ചെന്നിരിക്കും. പക്ഷേ മാനസ എന്നെ ഭരിക്കാൻ വന്നാ അതിന് നിന്നു കൊടുക്കില്ല ഞാൻ. മുഖത്ത് നോക്കി കാര്യം പറയാവോള്. അത് അഹങ്കാരമൊന്നുമല്ല. അല്ലേ? സകല ആണുങ്ങളോടും പെണ്ണുങ്ങളോടും കൂട്ടുകൂടി നടക്കുന്നതിന് ഞാനൊന്ന് ശാസിച്ച എന്നോട് തർക്കുത്തരം പറയുന്നത് അഹങ്കാരമല്ലേ? നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം. എന്റെ അനിയത്തെ കുറ്റം പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാനൊന്നും പറയുന്നില്ല. ക്ലാസ് ഇല്ലാത്ത ദിവസം ഇന്ന് സെന്റ് ഓഫ് ആണെന്ന് പറഞ്ഞു പോയിട്ട് എത്ര നേരമായി? എവിടെ പോയി പുന്നാര പെങ്ങള്? പറ, എവിടെ പോയി മാനസ? മാനസ എല്ലാവരും നിന്നെ കാണാൻ വേണ്ടി നിൽക്കുക. നീ സംസാരിക്കേ. ഒരുപാട് ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട മനസ്സേ. തല്ലുകൂടുന്ന മനസ്സേ ഞങ്ങൾക്ക് ഇഷ്ടം. എടേ ഒന്ന് ചുമ്മാ ഇരിടേ. സത്യത്തില് ശരിക്കും ഞാൻ പ്രയാസപ്പെട്ട് നിൽക്കുക. ഡിഗ്രി പോലും കംപ്ലീറ്റ് ചെയ്യാതെ പ്രത്തും ഒന്ന് ആലോചിച്ച് നോക്കിയേ. പെട്ടുപോയില്ലടേ. കള്ളം പറയല്ലേ മനസ്സേ. നിനക്ക് ഈ അക്കാഡമിക് സർട്ടിഫിക്കറ്റിനേക്കാൾ വലുത് നിന്റെ വേണുഗോപനാ. അവന് വേണ്ടി ഡിഗ്രി അല്ല, നിന്റെ ഡിഗ്നിറ്റി വരെ വേണ്ടെന്ന് വെക്കും. അയ്യടാ, നാണം വന്നു. പുലിക്കുട്ടി ഇതേ പൂച്ചയാവുന്നു. എടച്ചക്ക, ഇതങ്ങനെ പുതുപ്പെണ്ണിന് നാണമൊന്നും അല്ല. ഈ കോളേജിൽ എത്രയോ പേര് എന്നോട് ഇഷ്ടം പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഹൃദയത്തിലൊരു മർമറിങ് പോലും ആയിട്ടില്ല. ഒരു പക്ഷേ വേണുഗോപൻ അതൊരു നനുത്ത സുഖാടേ. നമ്മളീ പാതി ഉറക്കത്തിലൊക്കെ ഓർക്കത്തില്ലേ, അങ്ങനെ എന്തോ ഒരിത്. ഓ ചുമ്മാ കളിയാക്കല്ലേ. ബി സീരിയസ് ഫ്രണ്ട്സ്. കലാലയ ജീവിതത്തിൽ നിന്ന് പിൻവാങ്ങി കുടുംബ ജീവിതത്തിലേക്ക് കടക്കുന്ന മാനസയെ നമുക്ക് ആശീർവദിക്കാം, പ്രാർത്ഥിക്കാം. ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു. ഹാപ്പി മാരേജ് ലൈഫ് മാനസ. ഫസ്റ്റ് നൈറ്റ് മുതൽ അങ്ങോട്ടുള്ള ജീവിതം ഒരു നയാഗ്ര വെള്ളച്ചാട്ടമാവട്ടെ. ഒന്ന് പോടാ. വിവാഹ മംഗള ആശംസകൾ. മിനിമം ഒരു 4-5 പിള്ളേരെ ഇതുപോലെ വയറ്റത്തും ഒക്കത്തുമായിട്ടിരിക്കട്ടെ. അയ്യോ, എന്തുവാടോ ഇത്? നിരവധി ജനപ്രിയ പദ്ധതികളിലൂടെ ജനമനസ്സുകളിൽ സ്ഥാനമുറപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രീ പി വിജയനായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ അതിഥി. ഒരുപക്ഷെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും അനുഭവിക്കാത്ത പീഡന പർവ്വത്തിലൂടെ തീക്ഷ്ണമായ ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെയാണ് അദ്ദേഹത്തിന്റെ ഒന്ന് കൂട്ടുകൂട്. നിന്റെ അച്ഛന്റെ സ്വഭാവം നന്നാവട്ടെ, എന്നിട്ട് ആലോചിക്കാം. ഇത് ഞാൻ അങ്ങോട്ട് പറയേണ്ട കാര്യമാണ്. എന്റെ സ്വഭാവത്തിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ നല്ല കുടുംബത്തിലെയാ. പിന്നെന്താ, ഞാൻ കുടുംബത്തിൽ പറഞ്ഞല്ലേ. കുറെ കാലമായിട്ട് ഇത് കേൾക്കുന്നു. വെണ്ടയ്ക്കൊക്കെ കിലോ എന്താ വില? 24 രൂപ. ഷോ,
1 കിലോ വെണ്ടയ്ക്കൊക്കെ 24 രൂപയോ? എൻഡോസൾഫാൻ സ്പ്രേ ചെയ്ത പച്ചക്കറിക്ക് ലോകത്തെങ്ങും ഇല്ലാത്ത വില. സുലൈമാനിക്ക, ഇതൊരു തരം കളിയാ. ദേ, ഞാൻ കാശ് തന്നില്ലെങ്കിലും വീട്ടിൽ നിന്ന് കാശ് തരൂന്ന് സുലൈമാനിക്കൊക്കെ അറിയാം. കിലോയ്ക്ക് ഞാൻ 20 രൂപ തരും. ദേ, അതും ഈ വെണ്ടയ്ക്കൊക്കെ. മതിയോ? തക്കാളിക്കും ബീട്രൂട്ടിനും മുതൽ ഇഞ്ചി വരെ. വേറെ കണക്ക് പറയേണ്ടി വരും. ഇവിടെ കുട്ടിക്ക് തരാനായിട്ട് പച്ചക്കറി ഇല്ല. എന്തെങ്കിലും വേണമെങ്കിലേ ഗൗരി ഡോക്ടറോട് വിളിച്ച് പറയാൻ പറ. ഞാൻ വീട്ടിലേക്ക് കൊടുത്തുവിടാം. അതൊന്നും നടക്കത്തില്ല. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വാങ്ങുന്നതേ ഞാനാ. വീട്ടിലെ കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കും. എന്തെങ്കിലും ഒന്ന് ചെയ്യേ. 1 കിലോ ഏത്തപ്പഴം. ആ, അതെങ്ങനെയാ? വേറെ കച്ചവടം നടക്കാൻ ഈ കുട്ടി സമ്മതിക്കത്തില്ലല്ലോ. ഞാൻ ഈ കൊച്ചിനെ ഒന്ന് പറഞ്ഞു വിട്ടോട്ടെ. ഞാൻ പോയിക്കോളാം. ദേ, സൂക്ഷിച്ചോ. കീടനാശിനി തെളിച്ച പച്ചക്കറിക്ക് കാശ് കൂടുതൽ വാങ്ങിക്കുന്നതെന്ന് ഞാൻ പരാതി കൊടുക്കും. പിന്നെ ഞാനങ്ങോട്ട് വരുന്നുണ്ട്. ആ മാനസയുടെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. നിനക്കൊരു ചെറുക്കനെ കൊണ്ട് വരുന്നുണ്ട് ഞാൻ. അങ്ങ് വന്നേര്. എന്റെ പട്ടി വരും കല്യാണം കഴിക്കാൻ. പച്ചക്കറി എന്ന് വാങ്ങിച്ച് കഴിക്കാന്ന് വിചാരിക്കണ്ട. എല്ലാത്തിനും തീ പിടിച്ച വിലയാ. സ്വർണം തൂക്കി തരുന്ന പോലെയാ കൊച്ചുള്ളി തൂക്കി തരുന്നത്. കാശുള്ളൊരു ഡോക്ടർ ഇവിടെ ഉള്ളത് കൊണ്ട് കൊള്ളാം. കഞ്ഞി കുടിച്ച് പോന്നു. നാട്ടിലിറങ്ങിയ SP-ക്കും ഡോക്ടർക്കും ഒക്കെ എന്താ വില? 1 കിലോ ഉള്ളിയേക്കാൾ ഡിമാൻഡാ. എന്നാ അത് സ്വയം മനസ്സിലാക്കുന്നുണ്ടോ? ഇല്ല. ഈ ആനയ്ക്ക് ആനയുടെ വില അറിയില്ല എന്ന് പറയും പോലെയാ രണ്ടുപേരും. എന്റെ ഡോക്ടറെ വെയിൽ കൊണ്ട് മടുത്തു. പുറത്ത് 35 ഡിഗ്രി സെൽഷ്യസാ. സ്വന്തം പെങ്ങളല്ലാത്തതുകൊണ്ട് SP-ക്ക് എന്നെ ഒരു വിലയുമില്ല. വില വെച്ചില്ലെങ്കിൽ നിനക്കെന്താ? ഞാനില്ലേ ഇവിടെ. എനിക്ക് നിന്നെ ജീവനാ. മൈനെ, നീ ഇല്ലാത്ത പറയരുത്. മാനസെ നിന്നെ ഞാൻ രണ്ടായിട്ട് കണ്ടിട്ടുണ്ടോ? 2 പെങ്ങന്മാരല്ല, മക്കളാ എനിക്ക്. ഞാൻ പിന്നെന്താ രണ്ടായിട്ട് കണ്ടിട്ടുണ്ടോ? എന്റെ അപ്പു ഇവരും തമ്മില് എനിക്കെന്താ വ്യത്യാസം? മാനസ അഹങ്കാരം കാണിക്കുമ്പോ മാത്രമേ എനിക്ക് ദേഷ്യമുള്ളൂ. അവള് അഹങ്കാരിയാ. അതല്ലേ നമ്മൾ അവളെ കെട്ടിച്ചു വിടുന്നേ. കെട്ടിയോണ്ട് വീട്ടിലേക്ക് പോയാ പിന്നെ നമുക്ക് കാണണ്ടല്ലോ. കാണാതിരുന്നാൽ എങ്ങനെ ശരിയാവും? അന്വേഷിക്കാൻ ആളില്ലാന്ന് വിചാരിക്കില്ലേ അവര്? പറഞ്ഞു വരുമ്പോ അവൾ ആരാ? കളപ്പുരക്കൽ ഗൗരിയുടെ നാത്തൂനാ. എനിക്കങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? ആര് പറഞ്ഞു ഉപേക്ഷിക്കാൻ? നീയല്ലേ ഇത്രയും നേരം കുറ്റം പറഞ്ഞു? ഓ, കുറ്റം പറഞ്ഞതല്ല. പെൺപിള്ളേര് നേരത്തും കാലത്തും വീട്ടിൽ വരണം. കല്യാണം തീരുമാനിച്ച പെണ്ണല്ലേ, ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. ദേ, പിണക്കൊക്കെ തീർത്തേ. ഒന്ന് കോംപ്രമൈസ് ആയിക്കേ. കണ്ടോ, ഇത്രേ ഉള്ളൂ. നമുക്ക് കല്യാണം വിളിക്കാൻ പോണ്ടേ? പോണം. അവള് വരട്ടെ. ആ, മാനസ വരും. വേണുഗോപനെ കണ്ടിട്ട്. എന്താ? എന്റെ ഡോക്ടറെ അവർ പരസ്പരം കണ്ടിട്ടില്ല. വേണു ഒന്ന് കാണണമെന്ന് അവളോട് റിക്വസ്റ്റ് ചെയ്തു. നേരിട്ടൊന്ന് കാണട്ടെ. കാണണമെങ്കിൽ വീട്ടിൽ വന്ന് കണ്ടൂടെ? എന്റെ ഡോക്ടറെ ഇങ്ങനെ ഓർത്തഡോക്സ് ആവല്ലേ. എന്നോട് പറഞ്ഞിട്ട് അവള് പോയത്. കെട്ടാൻ പോണ ചെറുക്കനല്ലേ, നേരിട്ട് കാണാൻ അവൾക്കൊരാഗ്രഹം ഉണ്ടാവില്ലേ? എങ്ങനെയായിരിക്കുമെന്ന് അവൾക്കൊരു ടെൻഷൻ ഉണ്ടാവില്ലേ? നിനക്ക് ടെൻഷൻ ഉണ്ടോടി? നാച്ചുറലി. വമ്പന്മാരെ മുട്ടുകുത്തിച്ച് നിനക്ക് ടെൻഷനോ? എടി കഴുതേ, ലോകത്ത് ഏറ്റവും കൂടുതൽ പിരിമുറുക്കമുള്ളത് പ്രണയത്തിനാ. എത്ര കുറുമ്പ് കാണിച്ചു നടന്നാലും പ്രണയത്തിന്റെ മുമ്പിൽ വന്ന് സറണ്ടർ ചെയ്തു പോവും. വേണുഗോപനെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. നെറ്റിലൂടെ ചാറ്റ് ചെയ്തതിനപ്പുറത്ത് ഐ ഹാവ് നോ ഐഡിയ. കാണട്ടെ. ചെല്ലേ. ഓൾ ദി ബെസ്റ്റ്. ക്യാരി ഓൺ.
മനസ്സ ഹായ്. സ്വപ്നങ്ങളിലും സങ്കല്പങ്ങളിലും ഇത് തന്നെയായിരുന്നു രൂപം. കമ്പ്യൂട്ടർ മോണിറ്റർ കണ്ടതൊന്നും തെറ്റിയില്ല. മാനസിക്ക് എന്തു തോന്നുന്നു എന്നെ കുറിച്ച്? പ്രതീക്ഷിച്ചിരുന്നോ ഈ രൂപം? ഇവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞത് മനഃപൂർവ്വം. റിച്ച്നെസ് പോരല്ലേ? ഒരു കുഴപ്പമില്ല, ഭംഗിയായിട്ടുണ്ട് അല്ലേ മോളെ? നല്ലതാ. അത് പിന്നെ അച്ഛൻ പറയുന്നതാണല്ലോ മോൾക്ക് വേദവാക്യം. എവിടെയായിരുന്നു നീ ഇത്രയും സമയം? ഞാൻ മൈനയോട് പറഞ്ഞിട്ടാണല്ലോ പോയത്. മൈനയോടല്ലോ, എന്നോട് പറഞ്ഞിട്ടല്ലേ പോവേണ്ടത്? പിന്നെ ഏട്ടത്തിയോട് പറഞ്ഞിട്ട് വേണം എന്റെ ഉള്ള മൂട് കൂടി പോവാൻ. എങ്ങനെയുണ്ടടി വേണുഗോപൻ? മൈന പറഞ്ഞല്ലേ, ഹീസ് വെരി നൈസ് ആൻഡ് സ്മാർട്ട്. നിനക്കിഷ്ടായോ? ഞങ്ങൾ പോയിട്ട് വരാം. വാതിലടച്ച് കുറ്റിയിട്ട് ഇരുന്നോളണം. പുറത്ത് സെക്യൂരിറ്റിയോട് ചോദിക്കാതെ ആര് വന്നാലും ഡോർ തുറക്കരുത്. അയ്യോ, ഈ ഏട്ടത്തിയുടെ വിചാരം ഞാൻ ഇപ്പോഴും കൊച്ചുകുട്ടിയാന്ന്. എന്റെ ഏടത്തി എന്നെ ആരും വന്ന് പിടിച്ചോണ്ട് പോകുന്നില്ല. ആഹാ, നീയും പോവാണോ? ആ, പലചരക്കെല്ലാം തീർന്നു. പോരുന്ന വഴി സൂപ്പർ മാർക്കറ്റിൽ കയറണമെങ്കിൽ ഞാനും കൂടെ വേണ്ടേ? അല്ലാതെ കളപ്പുരക്കൽ ഗൗരി ഡോക്ടർക്ക് ഇത് വല്ല അറിയണോ? പോയിട്ട് വരട്ടെ മോളെ. ബൈ ആന്റി. ബൈ. പോയിട്ട് വരാം. വേണുഗോപാൽ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. 3 or 4 പെഗിന്റെ ബലത്തില് എന്തെങ്കിലും ഉപദേശം കൊടുക്കാനുണ്ടോടാ? പെഗിന്റെ ബലത്തിൽ വേണ്ട, അല്ലാതെ മതി. എടാ, ഒരു ഗ്ലാസ് ബിയറിനപ്പുറം പോവാത്ത എന്നോട് നോർമലി എന്തെങ്കിലും ഉപദേശിക്കാനുണ്ടോ? ഉണ്ട്. വൈഫ് ഈസ് ആൻ അൺഅവോയ്ഡബിൾ ഈവിൽ. ഒഴിവാക്കാൻ പറ്റാത്ത കുരിശ്. ഞാൻ പറഞ്ഞതല്ല, സാക്ഷാൽ ബർലാഷ. അതുകൊണ്ട് ഒഴിവാക്കാൻ പറ്റത്തില്ല കേട്ടാ. കെട്ടി അനുഭവിക്കേ. എന്തോന്നാ ഫ്രാൻസിസ് ഇത്? ഒരു നല്ല കാര്യത്തിൽ ഇറങ്ങി പുറപ്പെടുമ്പോ മനസ്സ് മടുപ്പിക്കില്ലേ? എന്റെ പെണ്ണ് പോസിറ്റീവാ. അവളുടെ സ്വഭാവവും ചിന്തകളും ഒക്കെ പോസിറ്റീവാ. തിരിച്ചെനിക്ക് നിന്നോട് ഒരു വാക്കേ പറയാനുള്ളൂ. വാട്ട് എ ലൈഫ് വിത്തൗട്ട് എ വൈഫ്. മാനസ എന്റെ സ്വപ്നമാണ്. എന്റെ മനസ്സിൽ വർഷമായി പിഴുതിറങ്ങിയ പെണ്ണാണ്. എന്റെ മനസ്സറിഞ്ഞിട്ടുണ്ട് അവള്. എന്റെ മനസ്സാ. എന്താ ഏട്ടാ? ആ മോളെ, ഓരോ വീട്ടിലും ഒരുപാട് സമയം പോയിക്കൊണ്ടിരിക്കുക. ഇനിയും വിളിക്കാനുണ്ട് 4-5 വീടുകള്. കുറച്ച് വൈകും. ഒറ്റയ്ക്കിരിക്കാൻ പേടിയുണ്ടോ? എന്തിനാ ഏട്ടാ പേടിക്കുന്നേ? ഇത് SP ഉള്ള വീടല്ലേ? ആരെങ്കിലും തിരിഞ്ഞു നോക്കൂ. എന്നാ ശരി, വെച്ചോ. ഗൗരി, ഇറങ്ങണ്ടേ?
ഉപദ്രവിക്കില്ല. ഉപദ്രവിക്കാൻ വന്നതല്ല. ഒരു വാക്ക് സംസാരിക്കാൻ എന്നെ ഒന്ന് അനുവദിക്കണം. ഞാനൊരു പാവ, ആരും ഉപദ്രവിക്കില്ല. എന്നെ രക്ഷിക്കണം. എനിക്ക് പുറകെ പോലീസുണ്ട്. നിങ്ങളാരാ? കള്ളനാണോ? അല്ല, ഞാൻ അറിഞ്ഞുകൊണ്ടല്ല. ജീവൻ രക്ഷിക്കാൻ വേണ്ടി അറിയാതെ ഒരാളെ കൊന്നു. കൊന്നോ? എന്റെ അനിയത്തിയെ ചതിച്ചിട്ട് അവളെയും കുഞ്ഞിനെ ഉപേക്ഷിച്ചു പോയ ഒരു ദുഷ്ടനെ ഞാൻ കത്തിക്ക് കുത്തി കൊന്നു. അത് പോലീസായിരിക്കും. എന്നെ കാണിച്ചു കൊടുക്കരുത്. ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. എന്നെ ഒരു ഏട്ടനെ പോലെ കണ്ടൊന്ന് രക്ഷിക്കണം. ഞാനിതാ ഇപ്പൊ തന്നെ പോയിക്കോളാം. എന്താ സർ? സാറില്ലേ മോളെ? ഇല്ല, പുറത്തു പോയിരിക്കാം. വേറെ ആരാ ഇവിടെ ഉള്ളത്? ആരുമില്ല. മോളൊറ്റയ്ക്ക്? അതെ. ശരി. ഇവിടെ സെക്യൂരിറ്റിക്ക് ഒരു കോൺസ്റ്റബിൾ ഉണ്ടായിരുന്നല്ലോ. ഇന്ന് വീട്ടിൽ പോയി. പകലുണ്ടായിരുന്നു. ശരി, വാതിലടച്ച് കിടന്നോളൂ. എന്താ സർ? ഈ പരിസരത്ത് വെച്ചൊരു കൊലപാതകി രക്ഷപ്പെട്ടിട്ടുണ്ട്. അവൻ ഏതെങ്കിലും വീട്ടിൽ കയറാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കണം. ഹി ഈസ് വെരി ഡേഞ്ചറസ്. വാതിൽ ലോക്ക് ചെയ്തോളൂ. ഹരിസാർ ഒന്ന് വരില്ലേ? വരും, ഇപ്പൊ വരും. ആ, സാർ വന്നിട്ട് കഥ തുറന്നാൽ മതി. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നിങ്ങളെ അന്വേഷിച്ച് പോലീസ് വന്നതാ. നിങ്ങൾ ആരാ? എന്റെ പേര് സിദ്ധാർത്ഥൻ. ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല ഇന്നുവരെ. ഇതാദ്യമായിട്ടാ. അതിന് ഇങ്ങോട്ട് കയറി വന്ന എന്തിനാ? ഇതേ പോലീസ് സൂപ്രണ്ടിന്റെ വീടാ. എന്റെ ഏട്ടന്റെ വീട്. അതറിയാമോ? അറിയില്ലായിരുന്നു. ഞാൻ പോയിക്കോളാം. നന്ദിയുണ്ട്, എന്നെ കാണിച്ചു കൊടുത്തില്ലല്ലോ. കൊല്ലുമെന്ന് തോന്നിയപ്പോഴാ ഞാൻ അവന്റെ കയ്യിലെ കത്തി വാങ്ങിച്ച് തിരിച്ചു കുത്തിയത്. 5 വർഷം മുമ്പ് എന്റെ അനിയത്തിയെ ചതിച്ചിട്ട് കടന്നു കളഞ്ഞതാവൻ. ഈ കാലം വെച്ച് നിങ്ങൾ ഇനി എങ്ങനെ പോവും? എങ്ങനെയെങ്കിലും. മനസ്സേ, മനസ്സേ,
നീ മനസാന്നിധ്യത്തോടെ കേൾക്കണം. നമ്മുടെ വേണുഗോപന് അപകടം പറ്റി. അയ്യോ എന്തു കേട്ടാ? അതെ, ആളുമാറിയായിരിക്കണം. കുത്തി. കുത്തിയോ? കൊല്ലാനായിട്ട് തന്നെ കുത്തിയതെന്നാ പോലീസ് പറയുന്നേ. എന്നിട്ട് ഹോസ്പിറ്റലാ. എന്താ അവസ്ഥയെന്നറിയില്ല. ആരാന്നറിയില്ല. ഈ പരിസരത്ത് വെച്ച് ആള് മിസ്സായിട്ടുണ്ട്. നീ പേടിക്കൊന്നും വേണ്ട, വേണുവിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. റിലാക്സ്. ഏട്ടൻ വിവരങ്ങൾ അന്വേഷിച്ച് പറയാം. നിങ്ങൾ ആരെയാ കൊല്ലാൻ ശ്രമിച്ചത്? പറ. വേണുഗോപനെയാണോ? പറയൂ, എന്റെ വേണുഗോപനെയാണോ? പറയാൻ. വേണുഗോപനെയാണ്. അത് ഇവിടുത്തെ ആരാ? ഇറങ്ങി വാ. ഇപ്പൊ ഞാൻ ഏട്ടനെ ഏൽപ്പിക്കും നിങ്ങളെ. എന്റെ കല്യാണം തീരുമാനിച്ചതാ വേണുഗോപനുമായിട്ട്. എന്നെ കെട്ടാൻ പോകുന്ന ചെറുക്കനാ വേണുഗോപൻ. ശരി, എന്നെ പോലീസിൽ ഏൽപ്പിച്ചോ? പക്ഷേ ഇപ്പൊ എനിക്ക് സന്തോഷമുണ്ട്. കുറച്ചു സമയമെങ്കിലും എന്നെ സഹായിച്ചൊരു പെണ്ണിനെയാണല്ലോ എനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞത്. ഒരു നിമിത്തമായിരുന്നു ഞാനിവിടെ വന്നു കയറിയത്. വേറൊരു പെണ്ണുകൂടെ ചതിക്കപ്പെടരുതെന്ന് ഈശ്വരന്റെ തീരുമാനമായിരുന്നു. നിങ്ങളൊരു ക്രിമിനലാണ്. നിങ്ങളെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. വിശ്വസിക്കണ്ട, ഞാൻ പറഞ്ഞല്ലോ, എന്നെ പോലീസിൽ ഏൽപ്പിച്ചോളൂ. പക്ഷേ അതിനു മുമ്പൊരു സത്യം അറിയണം. എന്റെ അനിയത്തി അംബികയുമായി വിവാഹം തീരുമാനിച്ചിരുന്നതാ വേണുഗോപൻ. പിന്നെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് എന്റെ അനിയത്തിയെ നശിപ്പിച്ചിട്ട് കടന്നു കളഞ്ഞതാ അയാള്. അതില് 4 വയസ്സായൊരു മോളുണ്ട് എന്റെ അനിയത്തിക്ക്. ഞാൻ പറഞ്ഞത് വിശ്വസിക്കണ്ട. ഇന്നൊരു രാത്രി ഇരുട്ട് വെളുക്കുമ്പോ പോയി ഒന്ന് അന്വേഷിച്ചു നോക്ക്. എന്റെ വീടും മേൽവിലാസമൊക്കെ ഞാൻ പറഞ്ഞു തരാം. അന്വേഷിച്ച് സത്യം ബോധ്യപ്പെട്ടിട്ട് എന്ത് വേണമെങ്കിലും ചെയ്തു. ഓഫീസിലേക്കാ? അല്ല, ഈ പരിസരത്ത് വെച്ചല്ലേ മിസ്സായത്. ഏരിയ മുഴുവൻ കവർ ചെയ്യണം. ഇന്ന് രാത്രി തന്നെ പിടിച്ചില്ലെങ്കിൽ അവൻ ചിലപ്പോൾ രക്ഷപ്പെട്ടു പോകും. ഒരാവേശത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോ സൂക്ഷിക്കണം. ആളെ കൊല്ലാൻ മടിക്കാത്ത ക്രിമിനല. പിടിക്കപ്പെടുമെന്ന് കണ്ടാ എന്തും ചെയ്യും. നേരായിട്ടാ, സൂക്ഷിക്കണം. കരുതലുണ്ടാവും. മൂന്നാമത്തെ റൂമിൽ കിടക്കുന്ന പേഷ്യന്റ് മരുന്ന് കൊടുത്തേക്ക്. ശരി ഡോക്ടർ.
രക്ഷപ്പെടുവോ? ഒന്നും പറയാറായിട്ടില്ല. ബോധം തെളിഞ്ഞാൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഓഹോ. ഒരു സിദ്ധാർത്ഥനാണ് കൊല്ലാൻ ശ്രമിച്ചത്. പേഷ്യന്റ് അൺകോൺഷ്യസ് ആവുന്നതിന് മുമ്പ് ഡീറ്റെയിൽസ് പറഞ്ഞു. എന്നെ കുറിച്ച് വിചാരിച്ച് താൻ ടെൻഷനാവണ്ട. ഞാനൊരു ബാധ്യതയായിട്ട് ഇവിടെ ഉണ്ടാവില്ല. തന്നെ ബുദ്ധിമുട്ടിക്കുകയില്ല. പിന്നെ ഇതെന്താ ബുദ്ധിമുട്ടിക്കലല്ലേ? ആണ്. പക്ഷേ അത് ഈ ഒരു രാത്രി മാത്രം. ഇന്ന് ഞാൻ പുറത്തിറങ്ങിയ പോലീസിന്റെ വലയിലാവും. ഇന്നല്ല, എന്നായാലും എന്നെ ഒരു അറസ്റ്റ് ചെയ്യുന്ന എനിക്കറിയാം. പക്ഷേ എന്റെ ജയിൽവാസം വെറുതെ ആവരുത്. ഏതായാലും ജയിലിൽ പോണം. വേണുഗോപം മരിക്കാത്ത സ്ഥിതിക്ക് കൊന്നിട്ട് പോകുന്നതല്ലേ നല്ലത്. മാനസ, രക്ഷിക്കണം. മറ്റൊന്നും എനിക്ക് പറയാനില്ല. ഒരു ഒരു കൂടപ്പുറപ്പിനെ പോലെ കണ്ട് രക്ഷിക്കണം. മാനസ, മാനസ, വാതിൽ തുറക്ക്. മാനസ, എന്താ മുറിയടച്ചിട്ടിരുന്ന് കരയണോന്നറിയാൻ വന്നതാ. സാരമില്ല മാനസ, ചിലപ്പോ നമ്മൾ അറിയാത്ത എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവും ഈ അക്രമത്തിന് പിന്നിൽ. നിന്റെ ഏട്ട നോക്കി ഒന്നും നടക്കില്ല. ഞാൻ അച്ഛനോട് പറഞ്ഞ് ഹോം സെക്രട്ടറിയോടൊന്ന് വിളിച്ചു പറയാം. ഓ, ഏട്ടന്റെ കുറ്റം പറയാണെന്ന് വിചാരിച്ചു അല്ലേ? സംശയം എന്താ? എന്റെ ഏട്ടനെ കുറിച്ച് ഒന്നും മോശമായിട്ട് പറയുന്നത് എനിക്കിഷ്ടമല്ല. ഒന്ന് ആശ്വസിപ്പിക്കാന്ന് കരുതി കേറി വന്നത് അബദ്ധമായി. Any information? നോ സർ. എവിടെ അവൻ ഒളിച്ചിരിക്കുന്നൊരു സൂചന പോലും കിട്ടിയിട്ടില്ല. ലുക്ക് മിസ്റ്റർ നന്ദൻ, അറിയാലോ എനിക്ക് പേഴ്സണൽ ഇൻട്രസ്റ്റ് ഉള്ള കേസാണിത്. സർ, എവിടെ പോയി ഒളിച്ചാലും അടുത്ത ഒരു ദിവസത്തിനകം, ഐ മീൻ 24 മണിക്കൂറിനകം പ്രതി കസ്റ്റഡിയിലാവണം. ആവും സർ. നമ്മൾ എല്ലാ സ്റ്റേഷനിലേക്കും ഇൻഫർമേഷൻ അയച്ചിട്ടുണ്ട് വിത്ത് ഹിസ് ഫോട്ടോഗ്രാഫ്സ്. വാട്ട് ഈസ് ഹി? ഹീസ് എ മോട്ടോർ മെക്കാനിക്. വെറും വർക്ക്ഷോപ്പുകാരനല്ല സർ. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് സർക്കാർ ജോലി സ്വീകരിക്കാതെ വണ്ടികളുടെ എഞ്ചിനിൽ ഹൃദയം കണ്ടെത്തിയവൻ. ഏത് വാഹനത്തിലും കൈതൊട്ടാൽ പൊന്നാണെന്ന് പറയുന്നു. ലൈക്ക് എ ഡോക്ടർ. വാട്ട് എവർ ഇറ്റ് ഈസ്, കസ്റ്റഡിയിൽ എടുക്കണം. ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും. ഷുവർ സർ. ബ്രീത്തിങ് നോർമലായോ? വേരിയേഷൻ ഉണ്ട്. ഡോക്ടർ റഷീദ് വന്ന് നോക്കിയിരുന്നു. സിസ്റ്ററെ, അവിടെയാ. സിസ്റ്ററെ, വേണുഗോപന്റെ അച്ഛനും അമ്മയാ ഞങ്ങള്. ഇന്നലെ ആരോ കൊല്ലാൻ ശ്രമിച്ച വേണുഗോപന്റെ
സിസ്റ്ററെ? ക്രിട്ടിക്കലാണ് സർ. എന്റെ ഈശ്വര, എനിക്കൊന്ന് കാണാൻ പറ്റുമോ എന്റെ മോനെ? ഡോക്ടർ വന്നിട്ടുണ്ട്, ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ. മോളെ ഗൗരി, എന്റെ വേണുവിന് എങ്ങനെയുണ്ട്? അപകടാവസ്ഥ തരണം ചെയ്തിട്ടില്ല. രക്ഷപ്പെടുമെന്ന് തന്നെയാ എന്റെ മനസ്സ് പറയുന്നത്. നമുക്ക് നോക്കാം. ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റുമോ? ഇപ്പൊ വേണ്ട. ഉള്ളിൽ ബോധമുള്ളൊരവസ്ഥയാ. വിഷമിപ്പിക്കണ്ട. മോളെ, ആന്റി പേടിക്കണ്ട, ഒന്നും സംഭവിക്കില്ല. മാഡം, സാറ് കേബിളിലേക്ക് പോയിട്ടുണ്ടോ? സിസ്റ്റർ പോയിക്കോളൂ. ശരി ഡോക്ടർ. ആ ഹരി, ആ, വേണുവിന് എങ്ങനെയുണ്ട്? ക്രിട്ടിക്കൽ കണ്ടീഷനിൽ നിന്ന് മാറിയിട്ടില്ല. പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? പ്രതീക്ഷിക്കാം. രക്ഷപ്പെടാനാണ് സാധ്യത. ഇന്നലെ രാത്രിയിലെ ഡ്യൂട്ടി ഡോക്ടറെ ഞാൻ കണ്ടിരുന്നു. ഇവിടെ എത്തിച്ചിട്ട് ബോധം മറയും മുമ്പ് വേണുഗോപൻ സിദ്ധാർത്ഥൻ എന്നൊരു പേര് പറഞ്ഞിട്ടുണ്ട്. കൊല്ലാൻ ശ്രമിച്ചത് അയാളാണ്. പോലീസ് അയാളെ ട്രേസ് ചെയ്യുന്നുണ്ട്. വേണുഗോപന്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. അതെയോ? എന്നിട്ട് അവരെവിടെ? വിവരങ്ങൾ അറിഞ്ഞപ്പോ അമ്മ ഒരുപാട് കരഞ്ഞു. ബോഡി വളരെ വീക്കാ. ഞാൻ ഡ്രിപ്പിട്ട് കിടത്തിയിരിക്കുക. ഓ മൈ ഗോഡ്. പേടിക്കാനൊന്നുമില്ല. ഞാൻ വേണുവിന്റെ അച്ഛനൊന്ന് കാണട്ടെ. എന്താ ഇത്? എന്റെ മോൻ എങ്ങനെയുണ്ട് ഹരി? എന്തെങ്കിലും കുഴപ്പം? ഇല്ല, ഒന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കാം. വേണു എയർപോർട്ടിൽ നിന്ന് നേരെ വീട്ടിലേക്കല്ലേ വന്നത്? അല്ല, എയർപോർട്ടിൽ ഇറങ്ങിയപ്പോ തന്നെ അവൻ ഞങ്ങളെ വിളിച്ചിരുന്നു. അപ്പൊ ഞങ്ങൾ തിരുപ്പതിയിൽ നിന്ന് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഓ, അതാണ് രാത്രി ഞാൻ ട്രൈ ചെയ്തിട്ട് കിട്ടായിരുന്നത്. അതെ, പറഞ്ഞതിനേക്കാൾ ഒരു ദിവസം മുന്നെയാ വേണു നാട്ടിൽ വന്നത്. ഇവിടെ വന്നിട്ട് കൂട്ടുകാരുടെ വക ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. മാനസയെ കാണുമെന്നും പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. പാവമാണ് എന്റെ മോൻ. അവനെ ആരാ ഇങ്ങനെ ചെയ്തത്? ശത്രുക്കളുണ്ടായിരുന്നോ വേണുവിന്? ഇല്ല, അതിന് 5 വർഷമായിട്ട് അവനിവിടെ ഇല്ലായിരുന്നല്ലോ. നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ഒരു സിദ്ധാർത്ഥിനെ അറിയാമോ? ഇല്ല. എന്താ ഹരി? ഏയ്, ഒന്നുമില്ല. ടെൻഷൻ ആവണ്ട, ഒന്നും സംഭവിക്കില്ല. ഗൗരിയുടെ ഉണ്ടല്ലോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ ഓഫീസിൽ പോയിട്ട് വരാം. സിദ്ധാർത്ഥൻ അവനായിരിക്കും ഇത് ചെയ്തത്. അല്ലാതെ വേറൊരു ശത്രു ഇല്ലല്ലോ എന്റെ മോനെ. എനിക്കൊന്ന് പുറത്തു പോകാനുള്ള അവസ്ഥ ഉണ്ടാക്കാമോ? ഞാൻ പോയിക്കോളാം. ഇയാൾക്ക് പോലീസിൽ പിടികൊടുക്കണോ അതോ രക്ഷപ്പെടണോ? രക്ഷപ്പെടണം, കുറച്ച് ദിവസത്തേക്കെങ്കിലും. ഈ പട്ടാപ്പകല് വയ്യാത്ത കാലം വെച്ച് എവിടെ പോയി രക്ഷപ്പെടാനാ? അത് പിന്നീട് ആലോചിക്കാം. ഇപ്പോ തന്റെ രക്ഷയെ പ്രധാനം. മിസ്റ്റർ സിദ്ധാർത്ഥൻ, നിങ്ങളെ ഇപ്പോഴും ഞാൻ വിശ്വസിച്ചിട്ടില്ല. ഈ പൊളൈറ്റ്നെസ് എല്ലാം ഒരു പഠിച്ച കള്ളന്റെ അടവായിട്ടായി എനിക്ക് തോന്നുന്നത്. സോ സോ വാട്ട്? ഞാൻ പോയിക്കോളാം.
അങ്ങനെ പോകാൻ ഇപ്പൊ നിങ്ങൾക്ക് കഴിയില്ല. ബിക്കോസ് യു ആർ അണ്ടർ മൈ കസ്റ്റഡി നൗ. എനിക്കറിയണം നിങ്ങൾ പറഞ്ഞതെല്ലാം സത്യമാണോന്ന്. സത്യമാണ്. അത് നിങ്ങൾ പറയുന്നതല്ലേ, ഞാൻ അന്വേഷിക്കട്ടെ. നിങ്ങൾ എനിക്ക് തന്ന മേൽവിലാസവും അങ്ങനൊരു അനിയത്തിയും കുട്ടിയും ഒക്കെ സത്യമാണോന്ന് അറിയട്ടെ. സത്യം അല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ പോലീസിൽ ഏൽപ്പിക്കണം. അതുവരെ ഈ മുറിയിൽ നിന്നും നിങ്ങളെ ഞാൻ വിടില്ല. ഞാൻ ഈ മുറിയിൽ ഇരിക്കുന്നത് റിസ്ക് ആണ്. ആ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറായതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ പറയുന്നത് പറയണ്ട, ഞാൻ മുറി പുറത്തുനിന്ന് പൂട്ടുക. ദാ, ഒരു എക്സ്ട്രാ ചാവി വെച്ചിട്ടുണ്ട്. ഇത് ഇറങ്ങി ഓടാൻ വേണ്ടിയല്ല. ഇതിനിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അകത്ത് പെട്ടുപോവാതിരിക്കാനാ. മൈനെ, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. എവിടെ പോവാ? ഒരു ഫ്രണ്ടിന്റെ അടുത്ത്. എവിടെയാ? ആരെ കാണാന്ന് പറഞ്ഞിട്ട് പോയാ മതി. എടി പെണ്ണെ, ഞാൻ ഹോസ്റ്റലിൽ ചെന്ന് ആ ഷേർലി ഒന്ന് കണ്ടിട്ട് വരാം. അവിടെ പോയി ഒരുപാട് നേരം ഇരിക്കരുത്, ചീത്ത കൂട്ടങ്ങളാ. ഓ, ഉത്തരവ്. മനസ്സിൽ നിന്നേ. ഉച്ചയ്ക്ക് മുന്നേ വരണം. നീ വന്നിട്ടേ ഞാൻ ഊട് കഴിക്കും. പല സമയത്തും മരിച്ചുപോയ എന്റെ അമ്മയുടെ മനസ്സാ നിനക്ക്. പെട്ടെന്ന് വരാം. അയ്യോ, ഈ പെണ്ണ് കഴുകാനുള്ളൊന്നും എടുത്തിട്ടില്ലല്ലോ. ഇതെന്താ മുറി പൂട്ടിയിട്ട് പോയോ? ഓരോരോ ശീലങ്ങളെ. ഇപ്പൊ മുറി പൂട്ടിയിട്ട് പോണ്ട കാര്യമുണ്ടോ? അകത്ത് വല്ലതും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ? അമ്മയെ കാണാൻ വന്നതാ. മോളുടെ പേരെന്താ? ഗോപിക. അമ്മ ഗോപുന്ന് വിളിക്ക. അച്ഛനോ? എനിക്ക് അച്ഛനില്ല. അച്ഛന്റെ പേരറിയാമോ? വേണുഗോപൻ.